ഓക്കെ, നിങ്ങൾ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ടയർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീക്ക് ആയതുകൊണ്ടോ അല്ല. ഇതിന്റെ കാരണം നിങ്ങളുടെ മസിൽ സെൽസിന് എനർജി നൽകുന്ന ATP എന്ന മോളിക്യൂളിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മസിൽ കോൺട്രാക്ട് ചെയ്യാൻ അടക്കം ഈ ATP ആണ് യൂസ് ചെയ്യുന്നത്. ATP അപ്പോൾ ADP ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഹെവി ഇന്റൻസ് വർക്ക് ചെയ്യുമ്പോൾ ATP സ്റ്റോറേജ് വെറും 8-10 സെക്കൻഡ് മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് അത് റിപ്ലേനിഷ് ആവാൻ വീണ്ടും കുറച്ച് ടൈം എടുക്കും. ഇതുകൊണ്ടാണ് പവർ ലിഫ്റ്റേഴ്സ് ഒക്കെ അവരുടെ ഹെവി വർക്കിംഗ് സെറ്റിനിടയിൽ അധികം റെസ്റ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ആൻഡ് എക്സാക്ട്ലി ഇവിടെയാണ് ക്രിയേറ്റിന്റെ റോഡ് വരുന്നത്. ഇതിനൊരു ഇൻസ്റ്റന്റ് ചാർജർ ആയിട്ടൊക്കെ നമുക്ക് കാണാം. ക്രിയേറ്റിൻ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത എനർജി സോഴ്സ് ആയ ഫോസ്ഫോ ക്രിയേറ്റിന്റെ അളവ് കൂട്ടും. ഇതുകൊണ്ട് തന്നെ ATP ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ക്രിയേറ്റിൻ ഒരു ഫോസ്ഫേറ്റിനെ തിരിച്ച് ഡൊണേറ്റ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് ATP പെട്ടെന്ന് റീചാർജ് ആവുന്നതായിരിക്കും. ഇങ്ങനെ എനർജി സിസ്റ്റം പെട്ടെന്ന് റീസെറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക്ഔട്ട് സെഷനിൽ ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് പെർഫോമൻസ് ഔട്ട്പുട്ട് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 റെപ്സ് മാക്സിമം പോണ വെയിറ്റ് ക്രിയേറ്റിൻ ലോഡഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 11-12 റെപ്സ് പോകും. സോ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ ടോട്ടൽ വർക്കിംഗ് വോളിയം ഇൻക്രീസ് ആവും. ഇത് നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ് ഒരു ചെറിയ അളവിലെങ്കിലും ഫാസ്റ്റർ ആക്കിയേക്കാം. ഒപ്പം മസിൽ റിക്കവറിയും എൻഹാൻസ്ഡ് ആക്കും. ആൻഡ് ശ്രദ്ധിക്കുക, 1-2 പ്രാവശ്യം മാത്രം ക്രിയേറ്റിൻ എടുത്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടാൻ പോണില്ല. ക്രിയേറ്റിൻ ഒരു സാച്ചുറേഷൻ സപ്ലിമെന്റ് ആണ്. അതായത് ഒരു 3 to 4 വീക്സ് എങ്കിലും എടുക്കും ഇത് മസിൽസിൽ കംപ്ലീറ്റ്ലി ലോഡപ്പ് ആവാൻ. ആൻഡ് ഇതിന്റെ ശേഷമായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റിന്റെ എഫക്ട് നിങ്ങളുടെ പെർഫോമൻസിലും പിന്നെ നിങ്ങളുടെ ബോഡിയിലും കണ്ടു തുടങ്ങാം.